നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 5-ാം അധ്യായത്തിലെ 18-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ശ്ലോകം: താൻ ഹോവാചൈതേ വൈ ഖലു യൂയം പൃഥഗ്വേഗാമ ആത്മാനം വൈശ്വാനരം വിദ്വാംസോന്നമാഥ യസ്തേതമേവം പ്രാദേശമാത്രാഭിവിമാനമാത്മാനം വൈശ്വാനരമുപാസ്ത സ സർവേഷു ലോകേഷു സർവേഷു ഭൂതേഷു സർവേഷു ആത്മ സ്വന്നമത്തി. അതിനുശേഷം അദ്ദേഹം അവരോട് പറഞ്ഞു, ശരിക്കും നിങ്ങൾ ഇവിടെ അന്നം ഭക്ഷിക്കുന്നു. പ്രാപഞ്ചിക ആത്മനെ വേറെയായി അറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രാപഞ്ചിക ആത്മനെ അങ്കുഷ്ടമാത്രയിൽ, എന്നാൽ സ്വയം ചിന്തയിലൂടെ അളന്നുകൊണ്ട് അവൻ എല്ലാ ലോകങ്ങളിലും ഭക്ഷിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം: തസ്യ ഹവാ ഏതസ്യാത്മനോ വൈശ്വാനരശ്ച മൂർധൈവ സുതേജാശ്ചർഷു ചക്ഷുർഷി സ്വരൂപ പ്രാണ പൃഥക്വർമാത്മാ സന്ദേഹോ ബഹുലോ ബസ്തിരേവ രയി പൃഥിവ്യേവ പാദാവുര ഏവ വേദിർലോമാനി ബർഹിർഹൃദയം മനോൻവാഹാര്യപചന ആഹവനീയ. തിളങ്ങുന്ന സ്വർഗം ആത്മന്റെ ശിരസ്സാണ്. സർവവ്യാപിയായ സൂര്യൻ അദ്ദേഹത്തിന്റെ കണ്ണാണ്. പല പാതകൾ ഉള്ള വായു അദ്ദേഹത്തിന്റെ ശ്വാസമാണ്. വികസിച്ച ആകാശം അദ്ദേഹത്തിന്റെ ശരീരം. ഭൂമി കാലുകൾ, യജ്ഞഭൂമി മാറിടം, യാഗത്തിന്റെ പുല്ല് ആണ് മുടി. ഗൃഹപാത്യ അഗ്നി ഹൃദയം, അന്യാഹാര്യാചാര്യ അഗ്നി മനസ്സ്, ആവഹനീയ അഗ്നി ആണ് വായ. നമ്മുടെ ശരീരത്തിന്റെ
ഓരോ ഭാഗങ്ങളും യൂണിവേഴ്സസിന്റെ എക്സ്പ്രഷൻസ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ബാബുജി മഹാരാജ് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് രാമചന്ദ്രനിൽ പറയുന്നുണ്ട്, നമ്മുടെ തലച്ചോറിലുള്ള ഓരോ സെല്ലും ഓരോ പ്രപഞ്ചവുമായി കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ആ ശക്തികൾ നമുക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കുണ്ടലിനി ശക്തി ഒന്നുമില്ലാന്നവർ, കുണ്ടലിനി ശക്തിക്ക് ഒരു പ്രാധാന്യം ഇല്ലാണ്ടാവും. നമ്മൾ കുണ്ടലിനി ശക്തിനെ പറ്റി പറയുന്നു. ബാബുജി മഹാരാജ് പറയുന്നത് യൂണിവേഴ്സുകളുടെ മുഴുവൻ ശക്തി ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ തലച്ചോറ്. നമ്മുടെ തലച്ചോറിന്റെ എത്രയോ ചെറിയ ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ശരീരത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് പ്രാപഞ്ചിക ആത്മനെയാണ്, ബ്രഹ്മനെയാണ്. എങ്ങനെയാണോ സൂര്യപ്രകാശം നമ്മൾ ഒരു ലെൻസിലൂടെ കടത്തി വിട്ടിട്ട് ഒരു പേപ്പറിലേക്ക് എത്തിച്ചാൽ കരിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ എല്ലായിടത്തും ഇരിക്കുന്ന ഇലക്ട്രിസിറ്റി ജനറേറ്ററിലൂടെ വയറിലൂടെ നമ്മുടെ വീട്ടിൽ വന്ന് ബൾബ് കത്തിക്കുന്നത്, ബൾബിനും അതേ ഇലക്ട്രിസിറ്റിയാണ്, അത് നമുക്ക് ആവശ്യമുള്ള ഡോസിൽ കിട്ടുന്നു. എങ്ങനെയാണോ പ്രാപഞ്ചികമായിട്ടുള്ള മനസ്സ് പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്നത്, ആ മനസ്സാണ്, ഇന്റലിജൻസ് ആണ്. അത് നമ്മളിലൂടെ പ്രവഹിച്ച് നമുക്ക് ആവശ്യമുള്ള തലത്തിൽ അത് ഉപയോഗിക്കപ്പെടുന്നു. ഓരോ ജീവിക്കും അതിന്റെ ആവശ്യമായിട്ടുള്ള അറിവുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, മനസ്സുണ്ട്, ആവശ്യത്തിന് പ്രവർത്തിക്കുന്നു. ഒരു കുട്ടിക്ക് ആവശ്യമുള്ളത്, പ്രായമാകുമ്പോൾ അതിന് ആവശ്യമുള്ളത്, മൃഗങ്ങൾക്ക് അതിന് ആവശ്യമുള്ളത്, ഒന്നിനും വേറൊന്നും ആവാൻ ഇവിടെ ആവശ്യമില്ല, അത് സാധിക്കൂല. ഒരു ആനയ്ക്കൊരു മുയലാവാൻ സാധിക്കില്ല, മുയലിന് ആനയാവാൻ സാധിക്കില്ല. അപ്പൊ നമ്മളായിട്ട് ജീവിക്കുക, ഈ തിരിച്ചറിവോട് കൂടിയിട്ട്. ഇതാണ് ഉപനിഷത്ത് പറയുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിനെ മാത്രമേ ഫീഡ് ചെയ്യുന്നുള്ളൂ, എൻ്റെ ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്നു. പക്ഷെ അതെൻ്റെ മനസ്സ് ഉപയോഗിക്കുന്ന ശക്തിയോ ഒന്നും നമ്മൾ ഉപയോഗപ്പെടുത്തില്ല. അത് അവിടെ മാത്രം. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചിട്ട് ടോട്ടാലിറ്റി ശ്രദ്ധിക്കാതെ ചെയ്യുമ്പോൾ ഭീമൻ കലം പിടിച്ചു വലിച്ച പോലെയാവും. ഭീമൻ പശവന്റെ അടുത്തെത്തിയിട്ട് ഒരു കലം വേണമെന്ന് പറയാം. അപ്പൊ അതിന്റെ ഏറ്റവും അടിയിരിക്കുന്ന കലമാണ് നല്ലത്, ആ കലം കൊണ്ട് പിടിച്ചു വലിച്ചു, അതുകൊണ്ട് എല്ലാ കലവും തകർന്നു. അപ്പൊ നമ്മൾ ഇത് എല്ലാ മേഖലയിലും ഉപയോഗിക്കാം. നമുക്ക് ഇപ്പോ എഞ്ചിനീയറിംഗ് കാണുമ്പോൾ, റോഡ് നിർമ്മാണം കാണുമ്പോൾ നല്ല റോഡ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ടോട്ടാലിറ്റിനെ മറന്നുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു മനുഷ്യ ശരീരത്തെ ചികിത്സിക്കുമ്പോൾ ആ ശരീരത്തിനെ മുഴുവൻ കണക്കിലെടുക്കാതെ ഒരു ഭാഗത്ത് മാത്രം ട്രീറ്റ് ചെയ്യും. CT സ്കാൻ എടുത്തിട്ട് ഡയഗ്നോസ് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്ന റേഡിയേഷൻ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും. ഇപ്പൊ അൾട്രാസോണിക് വൈബ്രേഷൻസ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ചികിത്സകളുണ്ട്. അതൊരു വൈബ്രേഷൻ അല്ലേ? എനിക്ക് തോന്നാറുണ്ട് ഇതിന് മനസ്സിനെ ഭാവിയിൽ മാറ്റാൻ സാധിക്കുമോ? ചിലപ്പോൾ മാറാം, മനുഷ്യന്റെ മനസ്സിനെ മാറ്റാം. സിമ്പിളായിട്ട് ചെയ്യേണ്ട ടെക്നിക്സ് ഇപ്പോൾ അൾട്രാസോണിക് എനർജീസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ തുടങ്ങുന്നു, ശരീരത്തിന് മുഴുവൻ കണക്കിലെടുക്കാതെ. ഒരു ബട്ടർഫ്ലൈ കാലിഫോർണിയയിൽ ചിറകടിച്ചാൽ ഭൂമികുലുക്കം ഉണ്ടാവുന്നതാണ്, ജാപ്പാനിലെ ഭൂമികുലുക്കം ഉണ്ടാവുന്നത്, കാവോസ് തിയറി പറയുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം നമ്മൾ സ്പർശിക്കുമ്പോൾ, എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ശരീരത്തെ മുഴുവൻ ബാധിക്കുന്നു. ഒരു മുറിവ് വന്നാൽ ജീവിതത്തെ ബാധിക്കുന്നു. കടലോട്ട് പൊടി വീണാൽ മതി, അന്നത്തെ ജോലി ചെയ്യാൻ പറ്റില്ല, ഒരു ചെറിയ പൊടിയായിരിക്കും. നമ്മളെ തകർക്കാൻ, നമ്മുടെ മനസ്സമാനത്തെ തകർക്കാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. കോവിഡ്, ലോകത്തിൽ മുഴുവനുള്ള കോവിഡിനെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി 1 ഗ്രാം പറ്റുള്ളൂ. മനുഷ്യനെ മുഴുവൻ പേടിപ്പിച്ചു. നമ്മുടെ ശരീരത്തിലും അതുപോലെ തന്നെ മനസ്സിൽ ചെറിയൊരു വിഷമം മതി. നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് പോയിരിക്കുകയായിരിക്കും, പക്ഷെ ചെറിയൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ കഴിഞ്ഞ പരീക്ഷയിൽ നീ നന്നായി ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഡിമോട്ടിവേറ്റഡ് ആവും. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ MBBS ഒക്കെ കിട്ടിയിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളുടെ നെയ്ബർ പറയുന്നത്, ബാബു, എന്നെ ബാബു എന്ന് വിളിക്കുക, ബാബുവിന് AIMS കിട്ടിയില്ല അല്ലെ, AFMC കിട്ടിയില്ല അല്ലെ. നമുക്ക് കിട്ടിയതിന് കൺഗ്രാജുലേറ്റ് ചെയ്യല്ല, കിട്ടാത്തതിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. നമ്മൾ എന്ത് കിട്ടിയാലും നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സൂചന സൊസൈറ്റി തന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിലേക്ക് കണക്റ്റഡായി അതിന് ശക്തി വരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ആ പ്രാപഞ്ചികമായിട്ടുള്ള ഫ്ലോനെ നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്യും.
കിട്ടിയതിൽ സന്തുഷ്ടരായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിൽ ജീവിക്കണം. അത് നമ്മൾ ഇന്നലെ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞത്. ഗ്രാറ്റിറ്റ്യൂഡിൽ ജീവിക്കുക, അത് എക്സ്പ്രസ് ചെയ്യാനുള്ള മാധ്യമമാക്കുക, ആരെയും വെറുക്കാണ്ടിരിക്കുക. ഇതാണ് ശരിക്കും എഡ്യൂക്കേഷന്റെ ഒക്കെ പർപ്പസ്. ഇവിടെ ചാന്തോക്യ ഉപനിഷത്ത് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗവും യൂണിവേഴ്സിന്റെ ഓരോ ഭാഗത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. ഇതാണ് എനിക്കിതെന്ന് മനസ്സിലാവുന്നത്. ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ദ ബോഡി. ഈ ശരീരം മാത്രമല്ല, ഫാമിലിയും സൊസൈറ്റിയും എല്ലാം എൻ്റെ ശരീരത്തിന്റെ എക്സ്പ്രഷൻസ് ആണ്. അതിൽ ഓരോ കണവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രശ്നമുണ്ടാക്കുക മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഇപ്പൊ യുദ്ധമായിട്ട് മാറിയിരിക്കുകയാണ്. എത്രയോ മുമ്പേ വളരെ ചെറിയ തോതിൽ അതിൽ കറക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. മുളയിലേ നുള്ളണം എന്ന് പറയും. മഹാത്മാഗാന്ധിജിയുടെ വലിയ വലിയ തത്വങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടു. അപ്പൊ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക, ശരീരത്തെ ശ്രദ്ധിക്കുക, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എപ്പോഴും നിർവഹിക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും ഈശ്വരനെയാണ് സേവിക്കുന്നത്, പ്രാപഞ്ചിക ആത്മനെയാണ് സേവിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.